Okay students, good morning. നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ട്രാൻസ്പോർട്ട് ലെയറും ആപ്ലിക്കേഷൻ ലെയറും അങ്ങനെ രണ്ട് സെക്ഷനാണ് അതിനകത്തുള്ളത്. അതിൽ ഫസ്റ്റ് സെക്ഷനായിട്ടുള്ള ട്രാൻസ്പോർട്ട് ലെയർ എന്താണ്, അതിൽ വരുന്ന ചെറിയ പോയിൻറ്റ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ട്രാൻസ്പോർട്ട് ലെയർ, വേർ ഇറ്റ് സിറ്റുവേറ്റിംഗ്. ട്രാൻസ്പോർട്ട് ലെയർ എവിടെയാണ് കണ്ടുവരുന്നത്? ഇറ്റ്സ് കമ്മിങ് ഇൻ ബിറ്റ്വീൻ ഓഫ് നെറ്റ്വർക്ക് ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. നെക്സ്റ്റ് ഇതിനകത്ത് നിന്ന് വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, what is the ultimate goal of a transport layer? It's to provide efficient, reliable, cost-effective process-to-process data transmission service to process in application layer. Application ലെയറിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് എഫക്റ്റീവും എഫിഷ്യൻറ്റും റിലയബിളും ആയിട്ടുള്ള ട്രാൻസ്മിഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് പറയുന്നത് വാട്ട് ഈസ് എ ട്രാൻസ്പോർട്ട് എൻറ്റിറ്റി. ഇതിനകത്ത് വരുന്നത് വാട്ട് ഈസ് എ ട്രാൻസ്പോർട്ട് എൻറ്റിറ്റി? ദ സോഫ്റ്റ്വെയർ ഓർ എ ഹാർഡ്വെയർ വിത്തിൻ ദ ട്രാൻസ്പോർട്ട് ലെയർ ദാറ്റ് ഡസ് ദ വർക്ക് ഈസ് കോൾഡ്. നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ലൈനകത്തുള്ള ട്രാൻസ്മിഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ, ആ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ, അതിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് എൻറ്റിറ്റി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒന്നില്ലെങ്കിൽ സോഫ്റ്റ്വെയർ മീൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേർണലിലായിരിക്കാം, അതല്ലെങ്കിൽ അത് ആപ്ലിക്കേഷൻ നെറ്റ്വർക്ക് ആപ്ലിക്കേഷനകത്ത് വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേർണലിലായിരിക്കും അത് പ്രസൻ്റ് ആയിരിക്കുക അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, അത് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എന്നുള്ള ഫോം. അതല്ലെങ്കിൽ പിന്നെ അത് വരുന്നത് ഇൻ്റർഫേസ് കാർഡിനകത്തായിരിക്കും. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് വരുന്നില്ലേ, NIC, അതിനകത്തായിരിക്കും അതല്ലെങ്കിൽ വരുന്നത്. അങ്ങനെ രണ്ട് ഓപ്ഷൻസാണ് നമ്മൾക്ക് സാധാരണയായിട്ട് ട്രാൻസ്പോർട്ട് എൻറ്റിറ്റി എവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡയഗ്രാം ട്രാൻസ്പോർട്ട് ലെയറിൽ നിൽക്കുന്ന കമ്മ്യൂണിക്കേഷൻ, ഹോസ്റ്റ് 1 to ഹോസ്റ്റ് 2 ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതാണ്. അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നെറ്റ്വർക്ക് ലെയറിൻ്റെയും ആപ്ലിക്കേഷൻ ലെയറിൻ്റെയും ഇൻ ബിറ്റ്വീനിലാണ് ട്രാൻസ്പോർട്ട് ലെയർ വരിക. അതിൽ നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് പാസ് ചെയ്യുന്ന ഡാറ്റ ട്രാൻസ്പോർട്ട് ലെയർ അതിനെ സെഗ്മെൻറ്റ്സ് ആക്കിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ട്രാൻസ്ഫർ ചെയ്തിട്ട് നെക്സ്റ്റ് ഏത് നെറ്റ്വർക്കിലേക്കാണോ പോകേണ്ടത് ആ നെറ്റ്വർക്കിൽ ട്രാൻസ്പോർട്ട് ലെയറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അതിനെ ആപ്ലിക്കേഷൻ ലെയർ ഓർ സെഷൻ ലെയർ ഉണ്ടെങ്കിൽ സെഷൻ ലെയറിലേക്ക്, അതുതന്നെ ആപ്ലിക്കേഷൻ ലെയറിലേക്ക് പാസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രോപ്പറായിട്ട് റിസീവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് വാട്ട് ആർ ദ 2 types ഓഫ് സർവീസസ് അവൈലബിൾ ഇൻ ദ നെറ്റ്വർക്ക്. ഫസ്റ്റ് വൺ കണക്ഷൻ ഓറിയൻറ്റഡും സെക്കൻഡ് വൺ കണക്ഷൻ ലെസ്സും ട്രാൻസ്പോർട്ട് സർവീസാണ് ഉള്ളത്. കണക്ഷൻ ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കേബിൾസ് യൂസ് ചെയ്തിട്ടാണ് കണക്ഷൻ ചെയ്യുക. കണക്ഷൻ ലെസ് എന്ന് പറയുമ്പോൾ വൈഫൈ, വൈമാക്സ് തുടങ്ങിയിട്ടുള്ള അതുവഴി ഡാറ്റ ട്രാൻസ്ഫർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിൽ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഇനി പിന്നെ അടുത്തത് വരുന്നത് എന്തുകൊണ്ടാണ് ട്രാൻസ്പോർട്ട് ലെയറിലെ സർവീസും നെറ്റ്വർക്ക് ലെയറിലെ സർവീസും ഓൾമോസ്റ്റ് സിമിലർ. വൈ ദ സർവീസ് ഓഫ് നെറ്റ്വർക്ക് ലെയർ ആൻഡ് ട്രാൻസ്പോർട്ട് ലെയർ ഓൾവേസ് സിമിലർ. എന്തുകൊണ്ട് സിമിലർ ആയിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നെറ്റ്വർക്കിൽ ചെയ്യുന്ന റൂട്ടിങ്ങും കാര്യങ്ങളും ഡാറ്റ ട്രാൻസ്ഫറും ചെയ്ത് അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഹെൽപ്പ് വേണം. ഓക്കെ, ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്നാണ് നമ്മൾ നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് റൂട്ട് ചെയ്ത് വരുന്ന കാര്യങ്ങൾ അതിനെ നെറ്റ്വർക്കിങ്ങിൽ നമ്മൾ റൂട്ടിങ് ചെയ്യുമെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയറിൽ അതിനെ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ടു ട്രാൻസ്മിറ്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് രണ്ടിലും സിമിലർ ആയിട്ടാണ് പ്രോസസ്സ് നടക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വൈമാക്സ് പോലുള്ള നെറ്റ്വർക്ക് സർവീസസ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു വയർലെസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് ലെയർ സർവീസസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ട്രാൻസ്പോർട്ട് സർവീസസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. അതിനകത്ത് എൻക്യാപ്സുലേഷൻ, ഡീക്യാപ്സുലേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രോസസ് ടു പ്രോസസ് മാത്രമേ നിങ്ങളുടെ സിലബസിനകത്തുള്ളൂ. നോക്കാം, എന്താണ് പ്രോസസ് ടു പ്രോസസ്. ദ ഫസ്റ്റ് ഡ്യൂട്ടി ടു ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോക്കോൾ ഈസ് ടു പ്രൊവൈഡ് പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷനാണ്. അതെങ്ങനെ വെച്ചാൽ ആ പ്രോസസ്സ് ആപ്ലിക്കേഷൻ ലെയറിലാവാം അത് റൺ ചെയ്യുന്നത്. നമ്മൾ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ സർവീസ് ഉപയോഗിച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ ലെയർ, അതായത് നെറ്റ്വർക്കിൽ നിന്ന് ആപ്ലിക്കേഷൻ ലെയറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ, അതാണ് പോയിൻറ്റ് ടു പോയിൻറ്റ്, അങ്ങനെ ആയിരിക്കാം കമ്മ്യൂണിക്കേഷൻ വരാം.
ഓക്കെ. അതിൽ ഡെലിവറി ഡാറ്റാഗ്രാംസ് 2 ഹോസ്റ്റ് ഇൻ ബിറ്റ്വീൻ ഡാറ്റാഗ്രാംസ് ഡെലിവറി ചെയ്യുക, റിയൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കുക. പിന്നെ 2 ഹോസ്റ്റിനെയും പിന്നെന്താണ്, പിന്നെ അതിലെന്തൊക്കെയാണ് പറയുന്നത്, പിന്നെ അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കുക. അപ്പോൾ മെസ്സേജ് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രോസസ്സ് അവിടെ റിസീവ് ചെയ്യുന്നുണ്ടോ, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡെലിവറി മെസ്സേജസ് റിസീവ് ചെയ്യുക. ഇപ്പോൾ സപ്പോസ് മെസ്സേജ് അവിടെ കിട്ടുന്നില്ല വെച്ചെങ്കിൽ റീട്രാൻസ്മിറ്റ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഡയഗ്രാമാണ് തന്നിരിക്കുന്നത്. 2 പ്രോസസ്സ്, അത് 2 എൻഡ്. ആ എൻഡ് നോഡ് ബൈ നോഡായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകുന്നതായിട്ടുള്ളൊരു ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അതിൽ ആ നോഡ്സിൽ നോഡ് ടു നോഡ് ട്രാൻസ്ഫർ ആകുമ്പോൾ അതിൽ ഡാറ്റ ലിങ്ക് ലെയർ ട്രാൻസ്ഫർ ആവും. ഹോസ്റ്റ് ടു ഹോസ്റ്റ് ആകുമ്പോൾ നെറ്റ്വർക്ക് ലെയർ ട്രാൻസ്ഫർ ആവും. പ്രോസസ് ടു പ്രോസസ് ആകുമ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ. അത് വളരെയധികം ശ്രദ്ധിക്കണം. നോഡ് ടു നോഡ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഡാറ്റ ലിങ്ക് ട്രാൻസ്ഫർ അവിടെ നടക്കാം. ഹോസ്റ്റ് ടു ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് ട്രാൻസ്ഫർ, നെറ്റ്വർക്ക് ലെയറാണ്. പ്രോസസ് ടു പ്രോസസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ട് ലെയറാണ്. ഓക്കെ. ഇനി പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ വാട്ട് ആർ ദ 2 types of hosts available in the transport layer? ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് വരുന്നത് ഒന്ന് ലോക്കൽ ഹോസ്റ്റും നെക്സ്റ്റ് വൺ റിമോട്ട് ഹോസ്റ്റുമാണ് വരുന്നത്. ലോക്കൽ ഹോസ്റ്റും റിമോട്ട് ഹോസ്റ്റും. ലോക്കൽ ഹോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്ലൈൻറ്റ് എന്ന് പറയും. ഹൂ എക്സ്പെക്റ്റിംഗ് ദ സർവീസ് ഫ്രം അതർ ഹോസ്റ്റ്. ആരാണ് സർവീസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, നമുക്ക് സർവീസ് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത് ആരാണോ അയാളെയാണ് നമ്മൾ ക്ലൈൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിമോട്ട് ഹോസ്റ്റ് മീൻസ് ഹൂ ഈസ് പ്രൊവൈഡിങ് ദ സർവീസ്. ആരാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവരാണ് സെർവർ എന്ന് പറയും നമ്മളതിന്. റിമോട്ട് ഹോസ്റ്റിന് സെർവർ എന്ന് പറയും. ഇസ് ഓൾസോ നോൺ ആസ് സെർവർ. ഈ ക്ലയൻറ്റ് ആൻഡ് സെർവർ ബോത്ത് വി ക്യാൻ കോൾ ഇൻ ദ സെയിം നെയിം. റിമോട്ട് മെഷീൻ എന്ന സെയിം നെയിമിൽ നമുക്ക് വിളിക്കാം. നമ്മളിപ്പോൾ നമുക്കൊരു ഹോസ്റ്റിൻ്റെ ഡേറ്റ് ആൻഡ് ടൈം, ഡേ ടൈമിൽ വർക്ക് ചെയ്തിട്ടുള്ള ഡേ ആൻഡ് ടൈം നമുക്ക് അറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ക്ലയൻറ്റിൻ്റെ മാത്രമോ അല്ലെങ്കിൽ സെർവറിൻ്റെ മാത്രമോ നോക്കിയാൽ പോരാ. നമുക്ക് 2 സൈഡും നോക്കിയാൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള നമുക്കൊരു റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ. ഇതുപോലെ അടുത്തത് പറയുന്നത് പോർട്ട് നമ്പറാണ്. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് പിന്നെ അതിന് മുന്നേ നമ്മളിപ്പോൾ ഒരു സെർവർ അറ്റ് എ ടൈമിൽ സെർവർ ക്യാൻ റൺ അറ്റ് മോർ ദാൻ 1 പ്രോസസ് അറ്റ് എ ടൈം, ബട്ട് എ ക്ലയൻറ്റ് ക്യാൻ റൺ 1 അറ്റ് എ ടൈം. ഒരു സെർവറിന് ഒരു ക്ലയൻറ്റുമായിട്ട് മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ക്ലയൻറ്റുമായിട്ട് അറ്റ് എ ടൈമിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ക്ലയൻറ്റ് അറ്റ് എ ടൈമിൽ ഒരു സെർവറുമായിട്ട് മാത്രമേ ഇൻട്രാക്ട് ചെയ്യുള്ളൂ. അവർ റിക്വസ്റ്റ് ചെയ്യാനും റെസ്പോൺസ് റിസീവ് ചെയ്യാനും വേണ്ടിയിട്ട് അറ്റ് എ ടൈമിൽ ഒന്നേ മാത്രമേ ചെയ്യുള്ളൂ. നമുക്ക് ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ലോക്കൽ ഹോസ്റ്റ്, ലോക്കൽ പ്രോസസ്സ്, റിമോട്ട് പ്രോസസ്സ്, അങ്ങനെ 4 കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഫോർ എ കമ്മ്യൂണിക്കേഷൻ വാട്ട് ആർ ദ 4 തിങ്സ് വി നീഡഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്കൽ ഹോസ്റ്റ്, ലോക്കൽ പ്രോസസ്സ്, റിമോട്ട് പ്രോസസ്സ്. ലോക്കൽ ഹോസ്റ്റ് ആൻഡ് റിമോട്ട് ഹോസ്റ്റ് ഡിഫൈൻ IP അഡ്രസ്സ്. ലോക്കൽ ഹോസ്റ്റും റിമോട്ട് ഹോസ്റ്റും അതിനെപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത് IP അഡ്രസ്സിലാണ് എപ്പോഴും ഡിഫൈൻ ചെയ്യാം. IP അഡ്രസ്സ് പിന്നെന്താണ്, ടു ഡിഫൈൻ ദ പ്രോസസ് മീ നീഡ് നമുക്കൊരു സെക്കൻഡ് ഐഡൻറ്റിഫയറിൻ്റെ ആവശ്യമാണ്. അതാണ് പോർട്ട് നമ്പർ എന്ന് പറയുന്നത്. ഈ പോർട്ട് നമ്പർ ഐദർ ഇറ്റ്സ് എ ടെമ്പററി ഓർ പെർമനൻറ്റ്, യൂണിവേഴ്സൽ ഓർ ടെമ്പററി ആയിട്ട് നമുക്ക് കൊടുക്കാം. ക്ലയൻറ്റ് സൈഡ് നമുക്ക് അപ്പോൾ പ്രോസസ്സിന് വേണ്ടിയിട്ട് സഡൻ ആയിട്ട് അല്ലെങ്കിൽ റാൻഡം ആയിട്ട് നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ലയൻറ്റ് സൈഡ് പോർട്ട് നമ്പേഴ്സ് അത് നമ്മൾ 0 to 65,535 എന്ന റേഞ്ച് വരെയാണ് നമ്മൾ കൊടുക്കുക. അതായത് 16 ബിറ്റ്സ് ആണ് നമ്മൾ കൊടുക്കുക. അതിൽ ക്ലയൻറ്റ് സൈഡ് നമുക്ക് റാൻഡം ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. മാത്രമല്ല നമുക്ക് ടെമ്പററി ആയിട്ട് കൊടുക്കാം. അതിനെ എംഫെമറൽ പോർട്ട് നമ്പർ അല്ലെങ്കിൽ ഷോർട്ട് ലീവ്ഡ് ഓർ ടെമ്പററി പോർട്ട് നമ്പർ എന്ന് നമുക്കതിനെ പറയാം. ഓക്കെ. ചില സമയത്ത് ക്ലയൻറ്റ് സെർവർ പ്രോഗ്രാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ ഇതിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ.
ഇനി സെർവർ സൈഡ് ആകുമ്പോൾ വി കനോട്ട് ചൂസ് ഇറ്റ് റാൻഡംലി, നമുക്ക് റാൻഡമായിട്ട് ചൂസ് ചെയ്യാൻ സാധിക്കില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, ഇതിന് പോർട്ട് നമ്പർ കൊടുക്കുമ്പോൾ നമ്മൾ യൂണിവേഴ്സലായിട്ട് വെൽ നോൺ പോർട്ട് നമ്പേഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. TCP/IP ഹാസ് ഡിസൈഡഡ് ടു യൂസ് യൂണിവേഴ്സൽ പോർട്ട് നമ്പർ ഫോർ സെർവേഴ്സിന് യൂണിവേഴ്സൽ പോർട്ട് നമ്പറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ അത് താഴത്തെ ഡയഗ്രാം കാണിച്ചിരിക്കുന്ന ഡേ ടൈം ക്ലയൻറ്റും ഡേ ടൈം സെർവറും അവരുടെ വർക്കിംഗ് കാണിക്കാനാണ്. അപ്പോൾ നമ്മൾ ഹോസ്റ്റിൻ്റെ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡും നമ്മൾ കണ്ടേ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ ജസ്റ്റ് ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ IP അഡ്രസ്സും ഉണ്ട്, പോർട്ട് നമ്പേഴ്സും ഉണ്ട്. എന്തിനാണ് രണ്ടിൻ്റെ ആവശ്യം എന്ന് വയ്ക്കും. അവ രണ്ടിനും ഡിഫറെൻറ്റ് റോൾസാണ്. സെലക്ടിങ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓഫ് ഒരു ഡാറ്റയുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യാൻ രണ്ടാൾക്കും ഡിഫറെൻറ്റ് റോൾസാണ്. The destination of IP address defines the host among the different hosts in the world. IP address ആകുമ്പോൾ ആ വേൾഡിനകത്ത് എത്ര ഹോസ്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഡെസ്റ്റിനേഷനിൽ എന്നുള്ളതിനെ പറയാനാണ് IP അഡ്രസ്സ് യൂസ് ചെയ്യുന്നത്. ആഫ്റ്റർ ദ ഹോസ്റ്റ് ഹാസ് ബീൻ സെലക്റ്റഡ്, ദ പോർട്ട് നമ്പർ ഡിഫൈൻസ് വൺ ഓഫ് ദ പ്രോസസ് ഓൺ ദിസ് പർട്ടിക്കുലർ ഹോസ്റ്റ്. നമ്മൾ IP അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേൾഡ് വൈഡിലുള്ള എത്ര ഹോസ്റ്റ് ഉണ്ടോ ആ പ്രോസസ്സ് റിസീവ് ചെയ്യുന്ന എത്ര ഹോസ്റ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ ഹോസ്റ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹോസ്റ്റിന് നമ്മൾക്ക് എന്ത് ചെയ്യാം, പ്രോസസ്സ് പോർട്ട് നമ്പർ ഏതെങ്കിലും പർട്ടിക്കുലർ ഇതിൻ്റെ ചൂസ് ചെയ്യുമ്പോൾ, ഒരു ഹോസ്റ്റിനെ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് പോർട്ട് നമ്പർ നോക്കാം. പോർട്ട് നമ്പർ നമുക്ക് വെച്ചിട്ട് ആ പർട്ടിക്കുലർ ഹോസ്റ്റിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത് നമുക്ക് അഡാപ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോക്കോൾ ഇൻ ദ TCP suite needs both IP and port number. ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോക്കോൾ നമുക്ക് TCP/IP നമുക്ക് രണ്ടും ആവശ്യമാണ്. അറ്റ് ഈച്ച് എൻഡ് ടു മേക്ക് എ കണക്ഷൻ, നമുക്കൊരു കണക്ഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ എൻഡിനും നമുക്ക് രണ്ടും വളരെയധികം ആവശ്യമാണ്. ദ കോമ്പിനേഷൻ ഓഫ് എൻ IP അഡ്രസ് ആൻഡ് പോർട്ട് നമ്പർ ഈസ് കോൾഡ് സോക്കറ്റ് അഡ്രസ്. ഇതിനെയാണ് നമ്മൾ സോക്കറ്റ് അഡ്രസ് എന്ന് പറയുന്നത്. കോമ്പിനേഷൻ ഓഫ് IP address and port number is called socket address. The client socket address defines the client process uniquely. ക്ലയൻറ്റ് സോക്കറ്റ് അഡ്രസ്സിൽ നമുക്ക് ക്ലയൻറ്റ് അഡ്രസ്സും സെർവർ സോക്കറ്റ് അഡ്രസ് ഡിഫൈൻസ് ദ സെർവർ പ്രോസസ് യുണീക്കലി. ക്ലയൻറ്റ് സോക്കറ്റ് അഡ്രസ്സ് ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസും സെർവർ പോക്കറ്റ് അഡ്രസ്സ് സെർവറിൻ്റെ ഡീറ്റെയിൽസും തരുന്നു. ടു യൂസ് ദ സർവീസ് ഓഫ് എ ട്രാൻസ്പോർട്ട് ലെയർ ഇൻ ദ നെറ്റ്, ഇൻ്റർനെറ്റിനകത്ത് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ സർവീസ് നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സോക്കറ്റ് അഡ്രസ്സ്, പെയർ ഓഫ് സോക്കറ്റ് അഡ്രസ്സ് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിനെയാണ് ദാറ്റ് പെയർ ഓഫ് സോക്കറ്റ് അഡ്രസ്സിനെയാണ് വി സേ ഇറ്റ് ആസ് ക്ലയൻറ്റ് സോക്കറ്റ് അഡ്രസ് ആൻഡ് സെർവർ സോക്കറ്റ് അഡ്രസ്. 4 pieces of informations ആണ്. there is 4 pieces of information are part of IP header, at the transport layer protocol. 4 pieces of information ആണ് ഉണ്ടായിരിക്കുക. IP header, the transport layer protocol header. IP header contains the IP address. The UDP or TCP header contains the port number. Okay, ഇതിനകത്ത് IP ഹെഡറും ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോക്കോൾ ഹെഡറും അങ്ങനെ രണ്ടെണ്ണം ഉണ്ടായിരിക്കാം. അതിൽ IP ഹെഡറിനകത്ത് IP അഡ്രസ്സും UDP ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോക്കോൾ TCPയുടെ UDP ഓർ TCP ഹെഡറിനകത്ത് ഉണ്ടായിരിക്കുക പോർട്ട് നമ്പേഴ്സുമാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ആ IP അഡ്രസ്സിനായാലും 4 സെക്ഷൻസാണ് ഉണ്ടായിരിക്കുക. IP അഡ്രസ്സിന് 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. 200.23.56.8 എന്നാണ് 4 സെക്ഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ സോക്കറ്റ് അഡ്രസ്സ് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിരിക്കും. ഓക്കെ, IP അഡ്രസ്സ് വേറെ, പോർട്ട് അഡ്രസ്സ് വേറെ ആണെങ്കിലും സോക്കറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നതിൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് കാണാം. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. Okay.